പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സിവിൽ പോലീസ് ഓഫീസറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 15 ചോദ്യങ്ങളാണ്. അപ്പോൾ ഇത് നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ ഈ വർഷത്തെ ഏറ്റവും അവസാനത്തെ ക്ലാസ് ആയിരിക്കും. അപ്പോൾ ഇതിൽ പല ചോദ്യങ്ങളും നിങ്ങൾ പുതുതായിട്ട് കാണുന്ന ചോദ്യങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രാക്ടീസ് ടെസ്റ്റ് പോലെ തന്നെ ഈ ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കുക. അതുപോലെ തന്നെ നാളെ പരീക്ഷ എഴുതാൻ പോകുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ നമുക്ക് കിടക്കാം. ഒരു പോലീസ് സ്റ്റേഷൻ്റെ അധികാരി ആരാണ് എന്താണ് ചോദ്യം. ഒരു പോലീസ് സ്റ്റേഷൻ്റെ അധികാരി ആരെന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ആരാണ് ഒരു പോലീസ് സ്റ്റേഷൻ്റെ അധികാരി? അപ്പോൾ ഇതിനകത്ത് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ശരി ഉത്തരം കണ്ടെത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, ശരി ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉത്തരത്തിലേക്ക് കിടക്കുന്നു. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അല്ലെങ്കിൽ SHO ആണ് കേട്ടോ. അപ്പോൾ സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണ് ആര്? ഒരു പോലീസ് സ്റ്റേഷൻ്റെ അധികാരി ആരാണ്? സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണ്. ഓക്കെ, സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണ് പോലീസ് സ്റ്റേഷൻ്റെ അധികാരി എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്കടുത്ത് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഒരു വിവരം അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താണെന്ന് പ്രതിപാദിച്ചിട്ടുള്ള വിവരാവകാശ നിയമത്തിലെ വകുപ്പ് ഏതാണ് എന്താണ് ചോദ്യം. ഒരു വിവരം അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താണെന്ന് പ്രതിപാദിച്ചിട്ടുള്ള വിവരാവകാശ നിയമത്തിലെ വകുപ്പ് ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഏത് വകുപ്പാണ്? ശരി ഉത്തരം നിങ്ങളെ കൊണ്ട് എഴുതാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉത്തരത്തിലേക്ക് കിടക്കുന്നു. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 2F ആണ് കേട്ടോ. അപ്പോൾ 2F ആണ് ഇൻഫോർമേഷൻ. ഓക്കെ, അപ്പോൾ 2F ആണ് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ വിവരം. ഓക്കെ, അപ്പോൾ 2F ആണ് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ വിവരം. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്കടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. വിവരാവകാശ നിയമപ്രകാരം പകർപ്പവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ നിരസിക്കാൻ കഴിയും എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ ഏതാണ് എന്താണ് ചോദ്യം. വിവരാവകാശ നിയമപ്രകാരം പകർപ്പവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ നിരസിക്കാൻ കഴിയും എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ ഏതാണെന്നാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. ഒന്നും കൂടി ക്വസ്റ്റ്യൻ വായിക്കാം. വിവരാവകാശ നിയമപ്രകാരം പകർപ്പവകാശ നിയമലംഘനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപേക്ഷകൾ നിരസിക്കാനായിട്ട് കഴിയുമെന്ന് പ്രതിപാദിച്ചിട്ടുള്ള വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ശരി ഉത്തരം കണ്ടെത്താനായിട്ട് കഴിഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഞാൻ ഉത്തരത്തിലേക്ക് കിടക്കുന്നു. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 9 ആണ് കേട്ടോ. അപ്പോൾ വിവരാവകാശ നിയമപ്രകാരം പകർപ്പവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ നിരസിക്കാൻ കഴിയുമെന്ന് പ്രതിപാദിച്ചിരിക്കുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പ് ഏതാണ് അല്ലെങ്കിൽ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 9 ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്കടുത്ത് നാലാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. കോവിഡ് പശ്ചാത്തലത്തിൽ കേരള എപ്പിഡമിക് ഡിസീസസ് ആക്ട് നിലവിൽ വന്ന വർഷം ഉത്തരം ഇതിൽ ഓൾറെഡി കണ്ടല്ലേ. അപ്പോൾ കോവിഡ് പശ്ചാത്തലത്തിൽ കേരള എപ്പിഡമിക്സ് ഡിസീസ് ആക്ട് നിലവിൽ വന്ന വർഷം 2021 കേട്ടോ. അപ്പോൾ 2021 എന്ത് ചെയ്യുന്നത്? കോവിഡ് പശ്ചാത്തലത്തിൽ കേരള എപ്പിഡമിക് ഡിസീസസ് ആക്ട് നിലവിൽ വന്നപ്പോഴാണ് 2021 അറിഞ്ഞിരിക്കുക. കേരള നമ്മൾ കോവിഡ് പശ്ചാത്തലത്തിൽ കേരള എപ്പിഡമിക് ഡിസീസസ് ആക്ട് നിലവിൽ വന്നപ്പോഴാണ് 2021. ഓക്കെ, നമുക്കടുത്ത് നാലാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇൻക്വസ്റ്റ് നടത്താനുള്ള മജിസ്ട്രേറ്റിൻ്റെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന CRPC സെക്ഷൻ ഏതാണ് എന്താണ് ചോദ്യം. ഇൻക്വസ്റ്റ് നമുക്കറിയാം, ഇൻക്വസ്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഈ ഇൻക്വസ്റ്റ് നടത്താനുള്ള മജിസ്ട്രേറ്റിൻ്റെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന CRPCയിലെ സെക്ഷൻ ഏതാണെന്നാണ് നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം. ഇൻക്വസ്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഇൻക്വസ്റ്റിനെ കുറിച്ച് പറയുന്ന CRPC ഏതാണ്? ശരി ഉത്തരം നിങ്ങളെ കൊണ്ട് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. CRPCയിലെ സെക്ഷൻ 176 ആണ് കേട്ടോ. അപ്പോൾ CRPC സെക്ഷൻ 176 അനുസരിച്ചാണ് ഇൻക്വസ്റ്റ് നടത്താനുള്ള മജിസ്ട്രേറ്റിൻ്റെ അധികാരം. ഇൻക്വസ്റ്റ് നടത്താനുള്ള മജിസ്ട്രേറ്റിൻ്റെ അധികാരത്തെക്കുറിച്ച് പറയുന്നത് CRPCയിലെ സെക്ഷൻ 176 ആണെന്ന് അറിഞ്ഞിരിക്കുക. CRPC സെക്ഷൻ 176 ആണ് ഇൻക്വസ്റ്റ് നടത്താനുള്ള മജിസ്ട്രേറ്റിൻ്റെ അധികാരം. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്കടുത്ത് ആറാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷണർ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഓഫീസറെ കുറിച്ച് പ്രതിപാദിക്കുന്ന വിവരാവകാശ നിയമത്തിൻ്റെ വകുപ്പ് ഏതാണ്? ഓക്കെ, സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ കുറിച്ച് പ്രതിപാദിക്കുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പ് ഏതെന്നാണ് നമ്മുടെ ആറാമത്തെ ചോദ്യം. ശരി ഉത്തരം നിങ്ങളെ കൊണ്ട് കണ്ടെത്താനായിട്ട് കഴിഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഞാൻ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 2M ആണ് കേട്ടോ. അപ്പോൾ എന്താണ്? സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ കുറിച്ച് പറയുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പ് ഏതാണ്? 2M ആണ്. 2M ആണ് എന്ത്? സംസ്ഥാനത്തിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ കുറിച്ച് പറയുന്നത് 2M ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്ക് ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇനി വരാൻ പോകുന്ന എല്ലാ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ നിങ്ങൾ ആരെങ്കിലും UNACADEMY ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ HPL10 എന്ന് പറയുന്ന റെഫറൽ കോഡ് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് HPL10 എന്ന് പറയുന്ന റെഫറൽ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ UNACADEMY ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത്
യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% മുതൽ 20% വരെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. അതിനകത്ത് എൻ്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതിനകത്ത് നിങ്ങൾ ഹരിശങ്കർ എന്നടിച്ചാൽ മതി കേട്ടോ. ഹരിശങ്കർ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം നിങ്ങൾക്ക് അതിനകത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ചെയ്ത ക്ലാസ്സുകൾ അക്കാഡമിയിൽ അവൈലബിൾ ആയിരിക്കും. തീർച്ചയായിട്ടും അതുകൂടി നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമുക്കത് 7ാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. ഒരു കുട്ടിക്കെതിരെ ലൈംഗിക അതിക്രമം നടന്നതായി പോലീസിന് വിവരം ലഭിച്ചാൽ എത്ര മണിക്കൂറിനകത്താണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ വിവരം അറിയിക്കേണ്ടത്? ഒരു കുട്ടിക്കെതിരെ ലൈംഗിക അതിക്രമം നടന്നതായി പോലീസിന് വിവരം ലഭിച്ചാൽ എത്ര മണിക്കൂറിനകമാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ വിവരം അറിയിക്കേണ്ടത് എന്നാണ് നമ്മുടെ 7ാമത്തെ ചോദ്യം. അപ്പോൾ നിങ്ങൾക്ക് ശരി ഉത്തരം കണ്ടെത്താനായിട്ട് കഴിഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഞാൻ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 24 മണിക്കൂറാണ് കേട്ടോ. അപ്പോൾ ഒരു കുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടന്നതായി പോലീസിന് വിവരം ലഭിച്ചാൽ 24 മണിക്കൂറിനകം എന്ത് ചെയ്യണം? ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ വിവരം അറിയിച്ചിരിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്കടുത്ത് 8ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. പൊതുജനങ്ങൾക്ക് പോലീസ് സേവനം ഉറപ്പാക്കുന്നത് കേരള പോലീസ് ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? എന്താണ് ചോദ്യം? പൊതുജനങ്ങൾക്ക് പോലീസ് സേവനം ഉറപ്പാക്കുന്നത് കേരള പോലീസ് ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണെന്നാണ് നമ്മുടെ 8ാമത്തെ ചോദ്യം. ഓക്കെ, ശരി ഉത്തരം കണ്ടെത്തിയെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഉത്തരത്തിലേക്ക് കടക്കുന്നു. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 7 ആണല്ലേ. കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 7 അനുസരിച്ചാണ് പൊതുജനങ്ങൾക്ക് പോലീസ് സേവനം ഉറപ്പാക്കുന്ന കേരള പോലീസ് ആക്ടിലെ വകുപ്പ് ഏതാണ്? കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 7 ആണെന്ന് അറിഞ്ഞിരിക്കുക. പൊതുജനങ്ങൾക്ക് പോലീസ് സേവനം ഉറപ്പാക്കുന്നതിനുള്ള കേരള പോലീസ് ആക്ടിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 7 ആണെന്ന് അറിഞ്ഞിരിക്കുക. സംശയമില്ലല്ലോ. ഓക്കെ, നമുക്കടുത്ത് 9ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. മജിസ്ട്രേറ്റിന് മുൻപാകെ നടത്തുന്ന കുറ്റസമ്മതമോ അല്ലെങ്കിൽ പ്രസ്താവനയോ CRPCയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് രേഖപ്പെടുത്തുന്നത്? ചോദ്യം വളരെയധികം ശ്രദ്ധിച്ചു കേൾക്കുക. മജിസ്ട്രേറ്റിന് മുൻപാകെ നടത്തുന്ന കുറ്റസമ്മതമോ പ്രസ്താവനയോ CRPCയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് രേഖപ്പെടുത്തുന്നത് എന്നാണ് നമ്മുടെ 9ാമത്തെ ചോദ്യം. മജിസ്ട്രേറ്റിന് മുൻപാകെ നടത്തുന്ന കുറ്റസമ്മതമോ പ്രസ്താവനയോ CRPCയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് രേഖപ്പെടുത്തുന്നത് എന്നാണ് നമ്മുടെ 9ാമത്തെ ചോദ്യം. ഓക്കെ, നിങ്ങൾ ശരി ഉത്തരം കണ്ടെത്തി എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഞാൻ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 164 ആണല്ലേ. അപ്പോൾ മജിസ്ട്രേറ്റിന് മുൻപാകെ നടത്തുന്ന കുറ്റസമ്മതമോ പ്രസ്താവനയോ CRPCയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് രേഖപ്പെടുത്തുന്നത്? CRPCയുടെ സെക്ഷൻ 164 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? മജിസ്ട്രേറ്റിന് മുൻപാകെ നടത്തുന്ന കുറ്റസമ്മതമോ പ്രസ്താവനയോ രേഖപ്പെടുത്തുന്നതെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്കടുത്ത് 10ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. കേരള ആംഡ് വുമൺ ബറ്റാലിയൻ സ്ഥാപിതമായ വർഷം ഏതാണ്? കേരള ആംഡ് വുമൺ ബറ്റാലിയൻ സ്ഥാപിതമായ വർഷം ഏതാണെന്നാണ് നമ്മുടെ 10ാമത്തെ ചോദ്യം. ഓക്കെ, ശരി ഉത്തരം കണ്ടെത്തി എന്നതിനെ വിശ്വസിച്ചുകൊണ്ട് ഉത്തരത്തിലേക്ക് കിടക്കുന്നു. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 2017 ആണല്ലേ. അപ്പോൾ 2017 എന്ത് ചെയ്യുന്നത്? കേരള ആംഡ് വുമൺ ബറ്റാലിയൻ സ്ഥാപിതമായ വർഷം ഏതാണ്? 2017 ആണെന്ന് അറിഞ്ഞിരിക്കുക. കേരള ആംഡ് വുമൺ ബറ്റാലിയൻ സ്ഥാപിതമായത് 2017 ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്കടുത്ത് 11ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ ഏതാണ്? സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ ഏതാണെന്നാണ് നമ്മുടെ 11ാമത്തെ ചോദ്യം. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ശരി ഉത്തരം കണ്ടെത്തി എന്നതിന് വിശ്വസിച്ചുകൊണ്ട് ഉത്തരത്തിലേക്ക് കിടക്കുന്നു. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 119 ആണ് അല്ലേ. നമ്മളത് പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 119 എന്ന് അറിഞ്ഞിരിക്കുക. സെക്ഷൻ 119 ആണ് എന്ത് ചെയ്യുന്നത്? സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 119 എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്കടുത്ത് 12ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. അറസ്റ്റ് വാറണ്ട് ഇന്ത്യയിൽ എവിടെയും നടപ്പിലാക്കാനുള്ള അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന CRPCയിലെ സെക്ഷൻ ഏതാണ്? എന്താണ്? ഒരു കുറ്റം ചെയ്താൽ ഇന്ത്യയിൽ എവിടെ വെച്ചുണ്ടെങ്കിൽ ആ പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അറസ്റ്റ് വാറണ്ട് ഇന്ത്യയിൽ എവിടെയും നടപ്പിലാക്കാനുള്ള അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന CRPCയിലെ സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? CRPCയിലെ സെക്ഷൻ 77 ആണ് കേട്ടോ. അപ്പോൾ CRPCയിലെ സെക്ഷൻ 77 അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? അറസ്റ്റ് വാറണ്ട് ഇന്ത്യയിൽ എവിടെയും നടപ്പിലാക്കാനുള്ള അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന CRPCയിലെ സെക്ഷനാണ് CRPCയിലെ സെക്ഷൻ 77 എന്നും അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്കടുത്ത് 13ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. IPC സെക്ഷൻ 277 പ്രകാരമുള്ള കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ എന്താണ്? IPCയുടെ സെക്ഷൻ 277 പ്രകാരമുള്ള കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ ഏതാണെന്നാണ് നമ്മുടെ 13ാമത്തെ ചോദ്യം. ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 3 മാസം തടവ്, 500 രൂപ പിഴ, അല്ലെങ്കിൽ ഇവ രണ്ടും കൂടി ഒരുമിച്ച്. എന്താണ് IPC സെക്ഷൻ 277 എന്ന് പറയുന്നത്? എന്താണ്? ഞാൻ ഈ 277 കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? IPCയിലെ സെക്ഷൻ 277 എന്താണെന്ന് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു വർക്കായിട്ട് എടുക്കുക. അപ്പോൾ IPC സെക്ഷൻ 277 എന്താണെന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ എന്താണ് IPC സെക്ഷൻ 277ൻ്റെ ശിക്ഷ എന്താണ്?
3 മാസം തടവും 500 രൂപ പിഴയുമാണ്. അപ്പോൾ ചെറിയൊരു ഷോർട്ട് ടേം പീരീഡിലുള്ള തടവും പിഴയുമാണ്. അപ്പോൾ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് 276 എന്നുള്ള കാര്യം. സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും കണ്ടെത്തിയ ശേഷം കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ. ഓക്കെ, 14ാമത്തെ ചോദ്യം, പോലീസിൻ്റെ കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ ഏതാണ്? പോലീസിൻ്റെ കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ ഏതാണെന്നാണ് നമ്മുടെ 14ാമത്തെ ചോദ്യം. അപ്പോൾ പോലീസിൻ്റെ കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ ഏതാണ്? കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 3 ആണ് അല്ലേ? കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 3 ആണ് എന്ത് ചെയ്യുന്നത്? പോലീസിൻ്റെ കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട കേരള പോലീസ് ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 3. കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 3 എന്നറിയുക. കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 3 എന്താണ് പറയുന്നത്? പോലീസിൻ്റെ കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട കേരള പോലീസ് ആക്ടിലെ സെക്ഷനാണ് കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 3. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. 15ാമത്തെ ചോദ്യം, സ്ത്രീയുടെ സമ്മതമില്ലാതെയുള്ള ഗർഭം അലസിപ്പിക്കലുമായി ബന്ധപ്പെട്ട ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതാണ് എന്നാണ് ചോദ്യം. സ്ത്രീയുടെ സമ്മതമില്ലാതെയുള്ള ഗർഭം അലസിപ്പിക്കലുമായി ബന്ധപ്പെട്ട ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതാണെന്നാണ് നമ്മുടെ 15ാമത്തെ ചോദ്യം. ഏതാണ് IPC സെക്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. IPC സെക്ഷൻ 313 ആണ് അല്ലേ? അപ്പോൾ സ്ത്രീയുടെ സമ്മതമില്ലാതെയുള്ള ഗർഭം അലസിപ്പിക്കലുമായി ബന്ധപ്പെട്ട ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതാണ്? IPC സെക്ഷൻ 313 ആണ്. ഓപ്ഷൻ ബി ആണ് ഇതിനകത്ത് ശരി ഉത്തരമായിട്ട് വരിക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് 15 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. കഴിയുമെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള പ്ലേലിസ്റ്റിൽ ചെയ്തിട്ടുള്ള സിവിൽ പോലീസ് ഓഫീസറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകളെല്ലാം ഒക്കെ തന്നെ ഒന്ന് പെട്ടെന്നൊന്ന് സ്പീഡ് കൂട്ടിയിട്ടായാലും മാക്സിമം സ്പീഡിലിട്ടായാലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കുക. തീർച്ചയായിട്ടും വരുന്ന പരീക്ഷകൾക്ക് നിങ്ങൾക്കത് ഉപകാരപ്രദമായിരിക്കും. അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്കുകൾ മാർക്ക് ചെയ്യരുത്. മാക്സിമം എന്ത് ചെയ്യുക, ഒരു 55 മാർക്കിൽ കൂടുതലൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ തീർച്ചയായിട്ടും വാങ്ങിക്കാനായിട്ട് ശ്രമിച്ചിരിക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞത് വെറും ഒരു ബേസ് മാർക്കാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ കൂടുതൽ മാർക്ക് മാക്സിമം മാർക്ക് വാങ്ങാനായിട്ട് ശ്രമിക്കുക. നെഗറ്റീവ് എഴുതാതിരിക്കാനായിട്ട് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നന്നായിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക, നന്നായിട്ട് പരീക്ഷ എഴുതുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.